മീറ്റർ. ഇതും 1 മീറ്റർ ദൂരമാണ്. ഇത് 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനൊരു കേസാണ്. ഇത് ചെയ്ത് നോക്കേ. എല്ലാം 1 മീറ്റർ തന്നെയല്ലേ? ആദ്യത്തെ കേസിൽ SFT വരുമ്പോഴത്തേക്ക് നമ്മളൊരു 1 ന്യൂട്ടൺ അപ് ടു ദിസ് പോയിന്റ് വരും. ഇവിടെ വരുമ്പോൾ എന്താ ഒരു 2 ന്യൂട്ടൺ കൂടെ എക്സ്ട്രാ വന്നു. ടോട്ടൽ 3 ന്യൂട്ടൺ വരും. ഇതിന് കോൺസ്റ്റൻ്റ് തന്നെ. അപ്പോൾ 1 ന്യൂട്ടൺ, ഇവിടെ വരുമ്പോൾ 3 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ. അതേപോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം നോക്കുകയാണെങ്കിൽ അപ് ടു ദിസ് പോയിന്റ് എക്സ് ദൂരം നോക്കുകയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 1 × x ആണ്. അപ്പോൾ 1 × 1 മീറ്റർ ഇവിടെ നേരെ സ്ട്രേറ്റ് ലൈൻ ഡെഫിനിഷൻ. ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ 2 എന്ന് പറയുന്നത് 1 × x + 2 × x - 1 മീറ്റർ. അതുപോലെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കും. എൻ്റെ കാര്യത്തിൽ ബെൻഡിങ് മൊമെൻറ്റ് എക്സിൻ്റെ വാല്യൂ അവിടെ 2 മീറ്റർ ആണ്. സോ 2 + 2 × 2 - 1 ടോട്ടൽ 4 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. നമ്മുടെ 4 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഇക്വേഷൻ പോകണം അല്ലേ? നോക്കാം. +1 × 3 + 2 × 2 + 3 × 100. 10 ന്യൂട്ടൺ മീറ്റർ.